നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വന്ദനയുടെ വിവാഹം ഉറപ്പിച്ചു. മാധവേട്ടന്റെ സുഹൃത്ത് സോമേട്ടൻ കൊണ്ടുവന്ന ആലോചനയാ. എല്ലാം കൊണ്ടും വളരെ നല്ല ആലോചനയാ. വന്ദന സമ്മതിച്ചോ? അവള് സമ്മതിച്ചു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പ്രത്യേകിച്ച് നമ്മുടെ ദിയമോളുടെ മുഴുവൻ ഉത്തരവാദിത്വവും അവൾ ഏറ്റെടുത്ത സ്ഥിതിക്ക്. പക്ഷേ ദൈവം അവളുടെ കണ്ണു തുറപ്പിച്ചു. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പക്ഷെ മോനെ, എന്റെ ആൺമക്കളൊക്കെ പിണക്കത്തില. അവര് സഹകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഈ വിവാഹം കഴിയുന്നത് വരെ എന്റെ വലം കൈയായിട്ട് മോൻ തന്നെ ഉണ്ടാവണം. അതെ, വിവാഹം തടസ്സമൊന്നും കൂടാതെ നടക്കാൻ വേണ്ടിയിട്ട് വന്ദനയുടെ പേരില് ക്ഷേത്രത്തിലൊരു പൂജ നടത്തുന്നുണ്ടേ, സർവൈശ്വര്യ പൂജ. ആ പൂജയിലും മോൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഹലോ മോനെ, മോൻ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഉണ്ടമ്മേ. സമയം ഞാൻ അറിയിക്കാം. മോനെ, മോനെ എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, കേക്കട്ടെ? ഒന്നുമില്ലമ്മേ. മോൻ ഇങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു, നേരിൽ പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തു പറ്റി? ഒന്നുമില്ല. മോന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? അതമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. ആണോ? എങ്കി മോൻ ആ കാര്യം പറ, ഞാൻ കേക്കട്ടെ. ഞാൻ പറഞ്ഞില്ല അമ്മ ഒന്നുമില്ലെന്ന്. അമ്മ, എന്റെ ഫ്രണ്ട് ശിവപ്രസാദ് വന്നു. ഞാൻ അങ്ങോട്ട് വിളിക്കാം. വിളിക്കണേ മോനെ. മോൻ പറയുന്ന കാര്യം കേൾക്കാൻ അമ്മ കാത്തിരിക്കുക. ശരി അമ്മേ, അമ്മ ഫോൺ വെച്ചോ. ശരി മോനെ. ജഗ, എന്തു പറ്റിയടാ? എന്താ നിന്റെ കണ്ണ് കറഞ്ഞിരിക്കുന്ന? എന്തുപറ്റി? എന്തുപറ്റിന്ന് കാര്യം പറ. ഒന്നുമില്ല, നീ ഇപ്പൊ പൊയ്ക്കോ. എനിക്ക് കുറച്ചേരം ഒറ്റയ്ക്കിരിക്കണം. എടാ, എന്ത് കാര്യമുണ്ടെങ്കിലും നീ പറ, നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം. ഇല്ലെന്ന് പറഞ്ഞില്ലേ? നീ ഇപ്പൊ പോ, നമുക്ക് പിന്നെ സംസാരിക്കാം. അതെ, വന്ദനയുടെ വിവാഹം ഉറപ്പിച്ചു. അവള് സമ്മതിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.